ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. പക്ഷെ ഇവനും അതാമാരെ പോലെ കൊണ്ടുനടക്കുന്നതിനല്ലേ ഇഷ്ടം. കിരൺ പറഞ്ഞതിന് കാശ് കൊടുത്തൊരു ചവിട്ടായിരുന്നു. എന്നാലും നിനക്ക് കൊച്ചിന് പിടിച്ചില്ലടാ. ഒന്ന് പോടാ, ഞാനും അതിന് കയറി പിടിച്ചില്ല. ഐഷ്, ആ പിടിയല്ലടാ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടോന്ന്. കാശിയൊന്നും മിണ്ടിയില്ല. കിരാ, നാടൻ തേങ്ങയാണെങ്കിൽ ആടില്ലെന്നല്ല ഇവിടെ ആരോ പറഞ്ഞു. എന്നിട്ടിപ്പോ നല്ല ആട്ടമുണ്ടല്ലോ. ഇതാ അത് തന്നെയാടാ. ഏത്? കൺമണി അൻപോട് കാതലെഴുതും കടിതമേ. കിരൺ ഗിറ്റാർ വായിച്ച് പാടി. സായി താളം പിടിക്കാനും. രണ്ടിനും മുഖത്തൊരാക്കി ചിരിയുണ്ട്. ഈവന്മാറി നീ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്ന്. ആവും തരില്ലാന്ന് വെച്ചാ. കാശി കലിതുള്ളി എഴുന്നേറ്റ്. ആളെ ഇവിടെ സമാധാനമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു കാപ്പി ഇട്ട് തരാം. ഈ തണുപ്പത്ത് അതും കുടിച്ചിരുന്ന് മഴയത്ത് നോക്കി ഭാവി ഭാര്യ ഓർക്കാൻ നല്ല രസമായിരിക്കും. എനിക്ക് നിന്റെ ഒരു രസം വേണ്ട, കാപ്പിയും വേണ്ട. അവരെ ഒന്നുകൂടെ കളിപ്പിച്ച് നോക്കിയിട്ട് അവൻ ചവിട്ടിത്തുള്ളി ബാൽക്കണിയിലേക്ക് പോയി. അവിടെ ഇരുന്ന് അവന്മാർ കളിയാക്കി കൊല്ലും. എന്തെങ്കിലും കിട്ടിയാൽ മതി രണ്ടിനും, അവൻ മനസ്സിലോർത്തു. മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. എങ്കിലും പ്രകൃതി ശാന്തമായിരുന്നു. ബാൽക്കണിയിൽ ആ ചേറിൽ ചാരിയുന്ന അവൻ മഴയിലേക്ക് നോക്കി. വളരെ സ്ലോ ആയി കിരൺ പാടുന്നവന് കേൾക്കാമായിരുന്നു. സായി കാപ്പി കൊണ്ടുവന്ന് അവനിലേക്ക് വെച്ചിട്ട് പോയി. അതിൽ നിന്നൊരു സിപ്പ് എടുത്ത് അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തിനോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ ഒരു പുഞ്ചിരി അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു. വിണ്ണിൽ നിന്നും മഴത്തുള്ളികൾ ഇടമുറിയാതെ മണ്ണിലേക്ക് പതിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും എവിടെയൊക്കെ പോയാലും ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന വാക്ക് വാരിച്ച സന്തോഷം ഓരോ നീർത്തുള്ളിക്കുമുണ്ടെന്ന് അവന് തോന്നി. അവ മണ്ണിലേക്ക് ലയിച്ചു ചേരുന്നവൻ നോക്കിയിരുന്നു. രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സായി ഒന്നുകൂടെ കല്യാണക്കാരും പൊക്കി. കാശി, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലടാ, എന്തായാലും കെട്ടണം. അതിപ്പോ ആരായാലും എന്താ. അപ്പൊ വീട്ടുകാർ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണോ നീ കല്യാണം കഴിക്കാൻ പോന്നേ? അല്ല, അവള് ബാലങ്കിളുടെ മോളായതുകൊണ്ട്. അല്ലായിരുന്നെങ്കിൽ എങ്ങനെയും ഞാനിത് മുടക്കിയാന്നേ. അങ്കിളിനെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ കാണുന്നത്. നിങ്ങൾക്കറിയാലോ, പണ്ട് ഞാൻ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അച്ഛൻ എന്നെ കമ്പനി ഏൽപ്പിക്കാൻ പോയത്. അന്ന് അങ്കിൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അച്ഛൻ എന്നെ ജോലി വിടാൻ സമ്മതിച്ച്. ഇപ്പൊ തന്നെ ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വരാൻ കാരണം അങ്കിളല്ലേ. അന്ന് എന്നെ വിളിപ്പിച്ച് ഉടനെ വരണമെന്ന് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് എതിർക്കാൻ തോന്നിയില്ല. പിന്നെ എങ്ങനെയാടാ ഇത് എതിർക്കുക? എന്നാലൊരു പെൺകുട്ടിയുടെ ജീവിതമല്ലേടാ, അതോർത്ത് പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പെട്ടെന്നായതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. കല്യാണം കഴിയുമ്പോഴേക്കും ശരിയാവും. എന്നാലും ഞാനായിട്ട് ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പൊ നീ അവരുടെ ഇഷ്ടപ്രകാരം നിന്റെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചോ? സ്വപ്നങ്ങൾ അവയൊന്നും സ്വപ്നങ്ങളായിരുന്നില്ലടാ, ഒക്കെ ഓരോ കാരണങ്ങളായിരുന്നു. അതൊന്നും മറക്കാൻ അധികം നേരമൊന്നും വേണ്ട. പിന്നെ കല്യാണം, ഞാനൊഴികെ വീട്ടിലെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സന്തോഷം ഞാൻ കണ്ടതാ അങ്കിളുടെ ഫാമിലിയിലും. ആ സന്തോഷം ഞാനായിട്ട് തന്നെ നശിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കാനായിരിക്കും വിധി. ആ, ഇനി വിധിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ നീ ഇങ്ങനെയാണല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷം മറന്ന് നീറി ജീവിക്കുന്നത്. കാശി അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് എണീറ്റ് കൈ കഴുകാൻ പോയി. ആ പുഞ്ചിരിക്കുന്ന കണ്ണുകൾക്കുള്ളിൽ വേദനയുടെ ഒരു കടലിരുമ്പെന്ന് അവർക്ക് കാണാമായിരുന്നു. കാശിയും കല്ലുവും സമ്മതിച്ചോടെ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കല്ലുവിന് എക്സാം എടുക്കുന്നതിന് മുമ്പേ വേണമെന്നായതുകൊണ്ട് പെട്ടെന്ന് നടത്താമെന്ന് തീരുമാനമായി. കൃത്യം 1 മാസം കഴിഞ്ഞുള്ള ഡേറ്റാണ് കുറിച്ച് കിട്ടിയത്. അതോടെ എല്ലാവരും കല്യാണം വിളിയും തിരക്കുമായി ബിസിയായി. പിള്ളേരെല്ലാം ക്ലാസ്സും പഠിത്തമായി മുന്നോട്ട് പോയി. കാശി തിരികെ ജോലിക്ക് കയറി. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ഇന്നാണ് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അമ്മയുടെ നിർബന്ധം സഹിക്കവയ്യാതെ കാശിയും കൂടെ പോവേണ്ടി വന്നു. കല്ലും കാശിയും പിന്നീട് കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഇന്ന് കാണുന്നുകൊണ്ടും രാധോളെ വീണ്ടും നാടനാക്കി ഒരുക്കി. ഇത്തവണ ചുരിദാറാണ്. മുടി എണ്ണ വെച്ച് പിന്നിട്ട് കൊടുത്തു. കല്ലു ഒന്നും മിണ്ടാതെ നിന്നു കൊടുത്തു. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് തല്ലു വാങ്ങാൻ വയ്യ. കാശിയൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് കല്യാൺ ഫാമിലി എത്തുന്നത്. അവർ വന്ന സമയങ്ങളുണ്ടാന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കല്യാണ സാരി നോക്കാൻ തുടങ്ങി. അതുടനെയും നടപടിയാവില്ലെന്ന് കണ്ട് പുരുഷ കേസരികളെല്ലാം കൂടി അവരുടെ സെക്ഷനിലേക്ക് പോയി. കല്ലുവിന് കല്യാണത്തിന് ചില്ലി റെഡ് കാഞ്ചീപുരം സിൽക്ക് സാരി എടുത്തു. അവൾക്കുള്ള ബാക്കി സാരികൾ കൂടി എടുത്തപ്പോഴേക്കും പുരുഷൂസ് ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തി. ഇനി അമ്മമാർക്കും ബന്ധുക്കൾക്കുമാണ് എടുക്കാനുള്ളത്. പിന്നെ റിസപ്ഷൻ്റെ ഡ്രസ്സ്. സമയം പോയതുകൊണ്ട് കല്ലുവിനെ കൂട്ടി അവിടെ റിസപ്ഷൻ ഡ്രസ്സ് എടുക്കാൻ രാധ മുകളിലെ ഫ്ലോറിലേക്ക് പോയി. അവിടെ ഓരോന്ന് നോക്കിയിരുന്നപ്പോഴാണ് രാധുവിനെ താഴെ നിന്ന് ദേവി വിളിക്കുന്നത്. പുള്ളിക്കാരിക്ക് എന്തോ കൺഫ്യൂഷൻ. ഒന്ന് ചെല്ലാമോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ കല്ലുവിനെ അവിടെ നിർത്തി ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് രാധു താഴേക്ക് ഓടി. ദേവിയുടെ സാരി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേവനും ബാലനും കൂടി വന്നു. പിന്നെ ദേവിയുടെ സാരി സെലക്ഷൻ ദേവേട്ടനെ ഏറ്റെടുത്തു. ബാലൻ രാധുവിനുള്ള സാരി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് കല്ലോട് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യം രാധു ഓർക്കുന്നത്. ബാലനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ കാശി വരുന്ന കണ്ടു. ആ മോനെ, കല്ലു മുകളിലുണ്ട്, മോനെന്ന് അങ്ങോട്ട് ചെല്ലുവോ? പോസ്റ്റായും അടുത്തുകൊണ്ട് ദേവിയോട് യാത്ര പറഞ്ഞു പോകാൻ വന്ന കാശി പ്ലിങ്. പിന്നെ മനസ്സിലോടെ രാധുവിനോട് സമ്മതിച്ച് കാശി മുകളിലേക്ക് പോയി. മുകളിലെ വിശാലമായ ഫ്ലോറിൽ അവളെ തപ്പി അവസാനം ലഹങ്ക സെക്ഷനിൽ കുറെ തുണിയും നിരത്തിയിട്ട് വായും പൊളിച്ച് നിൽക്കുന്ന കണ്ടു. അവൻ അവൾക്ക് കുറച്ച് പുറകിലായി കിടന്ന് സീറ്റിൽ പോയി ഫോണിൽ തോണ്ടിയിരുന്നു.
സമയം പോയിക്കൊണ്ടിരുന്നു. അവൻ്റെ ഇരിപ്പും മാറിയില്ല, അവളുടെ നിൽപ്പും മാറിയില്ല. ഇതേ സമയം കല്ലു കുറേ നേരമായി കണ്ട തുണിയെല്ലാം മാറി മാറി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നുവരെ എല്ലാ ഡ്രസ്സും അമ്മയാണ് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. തനിക്ക് ഒരു ഭാഗം സെലക്ട് ചെയ്യാൻ അറിയില്ല. അമ്മ പോയിട്ട് കുറേ നേരമായല്ലോ, വിളിച്ചു നോക്കാം. ഹലോ അമ്മ, എവിടെയാ? വേഗം വാ. കല്ലു, ഞാനിവിടെ തിരക്കില്ല. ഞാൻ കാശി അങ്ങോട്ട് വിട്ടായിരുന്നല്ലോ, നീ അവനോട് ചോദിക്കുക. ശരി എന്നാ. കല്ലുവിനൊന്നും പറയാനുള്ള ഗ്യാപ്പ് കൊടുക്കാതെ രാധു ഫോൺ കട്ട് ചെയ്തു. അമ്മ വെച്ചോ. ഈ അമ്മയ്ക്ക് ഇതെന്താ? ഇത് എടുത്തു തന്നിട്ട് പോയാൽ പോരായിരുന്നോ? എവിടെ പറഞ്ഞിട്ട മഹാൻ? ചുറ്റും നോക്കിയപ്പോൾ കണ്ടു ഫോണിൽ കുത്തിരിക്കുന്ന ഭാവി വറുത്തുവിനെ. അങ്ങേര് നോക്കുന്ന മട്ടില്ലല്ലോ. ഇയാളെന്തോ ഫോണിൽ പെറ്റിയെടുക്കുകയാണോ? കല്ലൂസ് ആത്മ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അവളിടക്ക് പുറകോട്ട് നോക്കുന്നുണ്ട്. സെയിൽസ് ഗേൾ ചേച്ചി ഇടപെട്ടു. അതാണ് മോളുടെ ഫിയാൻസി? കല്ലു ഞെട്ടി ആ ചേച്ചിയെ നോക്കി. അവന് നോക്കി നീണ്ടിയുള്ള ചമ്മൽ. പിന്നെ അദ്ദേഹം തലയാട്ടി. എനിക്ക് സാറിനെ വിളിച്ച് ചോദിക്കേ. ചേച്ചി ഒരു ചെറിയ നാണമൊക്കെ ഇട്ട് പറഞ്ഞു. എവിടെ? ഇവര് തമ്മിൽ ഇതുവരെ മിണ്ടിയിട്ടില്ലെന്ന് ചേച്ചിയുണ്ടോ അറിയുന്നു. അറേഞ്ച്ഡ് മാരേജ് ആണല്ലേ? ആൾ വിളിക്കാമെന്ന് പറയുന്നുണ്ട് ചേച്ചി ചോദിച്ചു. കല്ലൊരു വളിച്ച ചിരിച്ചു. ഇപ്പൊ തന്നെ ചേച്ചി കാര്യം പിടികിട്ടി. അവളൊന്ന് ആകെ ചിരിച്ചിട്ട് കാശി വിളിച്ചു. സർ. കാശി ഞെട്ടി ചുറ്റും നോക്കി. അപ്പൊ ചേച്ചി ഒന്നുകൂടെ വിളിച്ചു. സർ, ഒന്ന് വരുമോ? എന്നെ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിലും അവൻ പയ്യെ എണീറ്റിരുന്നു. സാറിന് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുക്ക്. മോൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അല്ല, എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നേ? ഇതിനൊരു അവസാനം വേണമല്ലോ. ചേച്ചി, ചേച്ചിയാണ് ചേച്ചി, ചേച്ചി. കല്ലിനിപ്പോ ചേച്ചിയുടെ തലക്കുപുറകിൽ പ്രകാശവലയങ്ങളൊക്കെ കാണാം. പെട്ടെന്ന് സൈഡിൽ നിൽക്കുന്ന കാശി നോക്കി. ഭാഗ്യം, ഒന്നും പറഞ്ഞില്ല. നിരത്തിയിട്ടിരിക്കുന്ന ഡ്രസ്സിൽ കാര്യമായി തിരയുകയാണ്. എന്തോ അവരോടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഇന്നുവരെ ആരോടും മിണ്ടാൻ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇതിപ്പം മടിയാണോ ചമ്മലാണോ പേടിയാണോ ഇനി വേറെ വല്ലതുമാണോന്നും മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കുഞ്ഞീഷ്ണ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും അവന് സെറ്റ് എടുത്ത് അവിടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ടും അവിടെ നേരെ നോക്കിയില്ല. തിരിഞ്ഞ് പഴയ സ്ഥലത്ത് പോയിരുന്ന് പഴയ പണി തുടർന്നു. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? കല്ല് കയ്യിലിരിക്കുന്ന ലഹങ്കയിലേക്ക് നോക്കി. ടീൽ ബ്ലൂ കളർ ബ്രൈഡൽ ലഹങ്ക, സിമ്പിൾ ആൻഡ് എലഗന്റ് വർക്ക്. അവൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അവൾ 2 മണിക്കൂർ തന്നെ കിട്ടാത്ത സാധനമാണ് 2 മിനിറ്റ് കൊണ്ട് അവൻ എടുത്തു കൊടുത്ത്. ഡ്രസ്സ് പാക്ക് ചെയ്തോളാൻ പറഞ്ഞാൽ ചേച്ചി കൊടുത്തിട്ട് അവൾ കാശിക്ക് നേരെ നടന്നു. ഇത്രയ്ക്ക് ചെയ്തെന്നല്ലേ, ഒരു താങ്ക്സ് പറയായിരുന്ന മോശമല്ലേ? അതാണ് ഉദ്ദേശം. പക്ഷെ അവൻ്റെ അടുത്തേക്ക് കാശിന്ന് വിളിക്കാൻ വാ തുറന്നു വേറൊരു ശബ്ദം കേട്ടു. നിങ്ങളെടുത്തു കഴിഞ്ഞല്ലേ? ജഗ്ഗുവാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ആരെങ്കിലും വരണം എന്ന് പ്രാർത്ഥിച്ചാൽ വരില്ല. വരില്ലെന്ന് ഓർത്ത് അപ്പം എവിടുന്നെങ്കിലും എത്തിയിരിക്കും. എൻ്റെ കഴിഞ്ഞു. എന്തെങ്കിലും ഏട്ടൻ്റെ എടുത്തിട്ട് വരാം, നീ താഴേക്കില്ലേ? ജഗ്ഗു പറഞ്ഞു. കല്ലു താഴെ ചെന്നപ്പോൾ അമ്മമാരവളെ ഒരു സ്റ്റിച്ചിങ് സെന്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ അവരുടെ എല്ലാവരുടെയും അളവ് തയ്ക്കാനുള്ള മെറ്റീരിയലും കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴേക്കും എല്ലാവരും ക്ഷീണിച്ചിരുന്നു. ബാക്കിയൊക്കെ പിന്നൊരു ദിവസമാണെന്ന് പറഞ്ഞ് അവർ തൽക്കാലത്തേക്ക് പിരിഞ്ഞു. കല്യാൺ ഫാമിലിയാണ് ആദ്യം പോയത്. എല്ലാവരോടും യാത്ര പറഞ്ഞ കൂട്ടത്തിൽ കാശിയെ നോക്കിയെങ്കിലും അവൻ വേറെ ഇങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അതുകൊണ്ടൊന്നും പറയാൻ പോയില്ല. അവർക്ക് ടാറ്റ കൊടുത്ത് വിട്ട് കഴിഞ്ഞ് ദേവട്ടൻ ഫാമിലിയിലേക്ക് പോകാൻ വേണ്ടി ജഗ്ഗു കാർ എടുക്കാൻ പോയി. അവൻ കാർ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി. അവർ കയറാൻ പോയതും ദേവിയുടെ വക ഒരു അയ്യോ. എന്താ ദേവി? എന്താ മതി? അത് കല്ലുമോൾക്ക് വീട്ടിലേക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ മറന്നു. അത്രയേ ഉള്ളൂ, വാ വാങ്ങിട്ട് വരാം. ദേവൻ ദേവി കൂടി തിരിച്ചു തരാൻ തുടങ്ങി. കാശി തടഞ്ഞു. എല്ലാവരും എന്തായെന്ന പോലെ അവനെ നോക്കി. അത് നമുക്ക് പിന്നെ വാങ്ങാം, ഇപ്പൊ പോവാം. പിന്നെ ഒരു ദിവസം ഇതിനു വേണ്ടി വരണ്ടേ? ഇപ്പൊ തന്നെ വാങ്ങാം. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ ഒന്ന് വാങ്ങിച്ചോളാം. പാവം കാശി എങ്ങനെയൊന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അവർ വീണ്ടും അങ്ങോട്ട് കയറാൻ പോകുന്നത്. അതുകൊണ്ട് പറഞ്ഞാണെങ്കിലും ബാക്കി 3 പേര് അതിൽ നിന്ന് വേറെന്തൊക്കെയോ ഊഹിച്ചെടുത്തു. അതിൻ്റെ പ്രതിഫലനം എന്ന് വേണം എല്ലാത്തിനെയും മുഖത്തൊരാക്കിയ ചിരിവിരിഞ്ഞ്. എന്തോ ഭാഗ്യത്തിന് ആ കാശി കണ്ടില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അമേരിക്കക്ക് വണ്ടി കയറിയേനെ. മുഖത്താക്കിയ ചിരിയായിരുന്നെങ്കിലും മനസ്സിൽ നല്ല സന്തോഷമായിരുന്നു. അവൻ അവളോടൊരു ഇഷ്ടമുണ്ടെന്ന് ഓർത്ത്. ഇതുവരെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ടാണ് അവൻ കല്യാണത്തിന് സമ്മതിച്ചെന്നോർത്ത് ഒരു വീർപ്പുമുട്ടലായിരുന്നു. ഇപ്പോൾ ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. രാത്രി മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിലെ ഫ്ലോർ ബെഡിൽ മാനത്തേക്ക് നോക്കി കിടക്കുകയാണ് കാശി. വീട്ടിലായാലും ഫ്ലാറ്റിലായാലും ഈ കിടപ്പാണ് അവൻ്റെ ഫേവറേറ്റ്. വാതിൽക്കൊരു നിഴനക്കം കണ്ടാണ് കാശി അങ്ങോട്ട് ശ്രദ്ധിച്ച്. നീ എന്താ അവിടെ തന്നെ കളഞ്ഞ്? ഇങ്ങോട്ട് വേണം. കാശി അങ്ങ് നോക്കി വിളിച്ചു പറഞ്ഞു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് മാറിയ ജഗ്ഗുവിൻ്റെ മുഖത്ത് ഉള്ളം നിറഞ്ഞ ചിരി സ്ഥാനം പിടിച്ചിരുന്നു. അവൻ ഓടിച്ചെന്ന് കാശിയുടെ ദേഹത്തേക്ക് വീണു. ഒന്ന് പയ്യ ചാട, മനുഷ്യനെ കൊല്ലാണ്ട്. എന്നാൽ ജഗ്ഗു ഒന്നും മിണ്ടാതെ അവന് മുറിയെ ചുറ്റി പിടിച്ച് കിടന്നു. തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അനിയനെ കാശി വാത്സല്യത്തോടെ തലോടി. ഇന്നെന്താ ഇങ്ങ് പോന്നേ? ഹിന്ദി നടിമാരെയും സ്വപ്നം കണ്ട് അവിടെ കിടന്ന പോരായിരുന്നോ? ഹിന്ദി നടിയൊക്കെ പേണിൽ വരും, പക്ഷെ എനിക്ക് ഈ ഭാഗമൊക്കെ ഇതുപോലെ വല്ലപ്പോഴേ കിട്ടൂ. ഇനി ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവന് ഒട്ടും ഉണ്ടാവില്ലല്ലോ. അതാ ഇന്ന് തന്നെ വന്ന്. കല്യാണം കഴിഞ്ഞാൽ എന്താ? ഏട്ടനെന്താ കൊച്ചുകുട്ടികളെ പോലെ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയിലെ ഏട്ടൻ്റെ കൂടെ. അവളെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം, എന്നിട്ട് നമുക്ക് അടിച്ചു വിളിക്കാം. ആരെയും ഓടിക്കുന്ന കണ്ടറിയാം. ജഗ്ഗു ആത്മ. ഏട്ടാ ഏട്ടനി ഞങ്ങളെ വിട്ടു പോവോ?
കാശിയുടെ മേള പിടി ഒന്നുകൂടെ മുറുക്കിക്കൂടി ജഗ്ഗു ചോദിച്ചു. മറുപടി കിട്ടാഞ്ഞതിനാൽ അവൻ മുഖമുയർത്തി നോക്കി. കാശി കണ്ണുകടച്ച് കിടക്കുകയാണ്. ഏട്ടന് ഓർമ്മയുണ്ടോ കുഞ്ഞിലെ ഏട്ടനിക്ക് കഥ പറഞ്ഞെന്ന്? തിരികെ മുഖം കാശിയുടെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് ജഗ്ഗു ചോദിച്ചു. അതിനും കാശി മറുപടി അറിഞ്ഞില്ല. ഒരു കുഞ്ഞി കിളിക്കൂട്, അതിലൊരു അമ്മക്കിളിയും അച്ഛൻകിളിയും 2 കിളിക്കുഞ്ഞുങ്ങളും, സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന കിളിക്കൂടിൻ്റെ കഥ. അത് നമ്മുടെ വീടല്ലേ ഏട്ടാ? ജഗ്ഗു പ്രതീക്ഷയോടെ കാശിയെ നോക്കി. നിനക്ക് നാളെ കോളേജിൽ പോകണ്ടല്ലേ, ഉറങ്ങാൻ നോക്ക്. ഗൗരവത്തോടെ അവൻ്റെ മറുപടി ഒന്നും ഇനിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് ജഗ്ഗുവിന് മനസ്സിലായി. ഏറെക്കാലത്തിന് ശേഷം ഏട്ടൻ്റെ മാറിലെ ചൂട് പറ്റി അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അപ്പോഴവൻ്റെ ചുണ്ടിൽ തങ്ങിയുന്ന പുഞ്ചിരി മാത്രം മതിയായിരുന്നു അവൻ എത്രത്തോളം സന്തോഷത്തിലാണെന്നറിയാൻ. എൻ്റെ സാമീപ്യം നീ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിസ്സഹായനാണ് മോനെ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അച്ഛനെയും അമ്മയും നിന്നെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എൻ്റെ ഉള്ള എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്നറിയോ? ഒന്ന് തലോടാൻ, നിങ്ങളുടെ സ്നേഹത്തിൽ പങ്കുചേരാൻ, മതിയാവോളം ആസ്വദിക്കാൻ ഒന്നും എനിക്ക് കഴിയുന്നില്ലല്ലോടാ. കാശി വേദനയോടെ മനസ്സിലോർത്തു. ആ നൊമ്പരം പോലും പുറത്തു വരാൻ കഴിയാതെ തൊണ്ടയിൽ ഒരു ഗദ്ഗതമായി തങ്ങി നിൽക്കുന്നത് അവൻ അറിഞ്ഞു. കാശി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിദ്രയെ പുഴുകി. ഇതേ സമയം വേറൊരിടത്ത്, എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടാ പട്ടി, നീ പോടി പോക്കാച്ചി തവളെ. ഇത് എന്റെ വീട്ടിലെ മുറിയാണെങ്കിൽ ഞാനിവിടെ കിടക്കും, ചാടും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഡാ കുരിപ്പേ, ഇതെന്താണ് നിന്റെ വീടായത്? നിന്നെക്കാൾ 7 കൊല്ലം മുമ്പ് ഇതെന്റെ വീടായതാടാ. ശേ, ഇതെന്റെ വീടാക്കി കഴിഞ്ഞാൽ 7 കൊല്ലം കഴിഞ്ഞാടാ ഇത് നിന്റെ കൂടി വീടായേ. അതുകൊണ്ട് കൂടുതൽ കിടന്ന് എളിക്കാതെ ഇറങ്ങിപ്പോയേ. അതുകൊണ്ടെന്താ നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ പോവല്ലേ? നീ നിന്റെ കെട്ടിയുടെ വീട്ടിൽ പോയി താമസിക്കടി. ഇവിടെ ഞാൻ അർമാദിക്കും. ഹൈ ഹൈ എന്ത് രസം, ഹൈ ഹൈ എന്ത് സുഖം, എന്റെ കിടക്ക ബഹുവർണം, കിടന്നാൽ അപ്പം ഉറക്കം വരും. കല്ലൂവിന്റെ ബെഡിൽ കയറി കിടന്നിട്ടാണ് യദുവിന്റെ ഈ സാഹസം. ഇവിടുന്ന് പോണ കാര്യം പറഞ്ഞപ്പോഴേ കല്ലൂവിന് സങ്കടം വന്നു. അത് ദേഷ്യമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന എനിക്ക് നല്ലത്. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്യടി. നീ പോയിട്ടേ എനിക്ക് കയ്യേറാനുള്ളത് ഈ മുറി. അയ്യടാ, ഇതിലെങ്ങാനും കയറി നിറഞ്ഞിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഓടിക്കാൻ നീ ഇങ്ങോട്ട് ഓടി. നിന്നെ ഈ വീടിന്റെ പടിയായിട്ടില്ല ഞാൻ. അത് നീയാണോ പറട്ടെ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കലും ചവിട്ടിൽ ഒരുമിച്ചായിരുന്നു. ചെക്കൻ കമിഴ്ന്നടച്ച് ചക്ക വീണ പോലെ നിലത്തേക്ക് വീണു. പക്കോ എടി നിന്നെയാ. അവിടുന്ന് എണീറ്റ് കല്ലുവിനെ തള്ളാമെന്നും അവൾ അവന്റെ 2 കൈയും പിടിച്ച് വെച്ചു. പിന്നെ അങ്ങും ഇങ്ങും ഉന്തും തള്ളുമായി, പിടിയും വലിയായി, കടി പിടിയായി, അടി പിടിയായി. അവസാനം ബാലൻസ് ചെയ്ത് 2 കൂടി നിലത്തേക്ക് വീണു. അമ്മച്ചി! കൈ 2 തമ്മിൽ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് കാലുകൊണ്ടും തലകൊണ്ടും മുട്ടുകൊണ്ടൊക്കെയാണ് യുദ്ധം. ബാളം കേട്ടു വന്ന ബാലേട്ടൻ രാധു 2 വശത്ത് നിന്ന് 2നെയും പിടിച്ചു വലിച്ചിട്ടും പിടിവിടുന്നില്ല. പൊരിഞ്ഞ പോരാട്ടം. ഒരുവിധം അവൻ 2നെയും പിടിച്ചു മാറ്റിയപ്പോഴേക്കും കല്ലുവിന്റെ മുടി യദുവിന്റെ കയ്യിലും യദുവിന്റെ ടീഷർട്ട് കല്ലുവിന്റെ വായിലൊക്കെ ആയിരുന്നു. പിന്നെ 1 മണിക്കൂർ നീണ്ട വഴക്ക് പ്രഭാഷണം കഴിഞ്ഞ് രാധു 2നെയും 2 മുറിയിട്ടടച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിറ്റേന്ന് രാവിലെ യദുവിനും കല്ലുവിനും ദേഹത്തൊക്കെ ചതവും വേദനയ്ക്കുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം പഴയ പോലെയായിരുന്നു. രാവിലെ കാശി ഓഫീസിലേക്കും ജഗ്ഗു കോളേജിലേക്കും പോകാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. 2 പേരും സിറ്റ് ഔട്ടിൽ നിന്ന് കാര്യമായ സംസാരത്തിലാണ്. അവർക്ക് തൊട്ടടുത്തായി ദേവൻ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. ഈ വർഷം കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതാ എന്റെ സങ്കടം. ജഗ്ഗു താടിക്ക് കൈയും കൊടുത്തിരുന്നു. അത് നീ സപ്ലി എഴുതാൻ പോകുമ്പോൾ ചെയ്താൽ മതി. ദേവൻ പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. ജഗ്ഗു ദേവനെ നോക്കി പല്ലെറിഞ്ഞു. എന്തിനാ അവർ റാഗിന്ന് കാശി ചോദിച്ചു. സത്യത്തിൽ റാഗിങ് അല്ല, നമ്മൾ ജസ്റ്റ് അവരെ കോളേജിലെ പുതിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ചെറിയൊരു പണി കൊടുക്കുന്നു. അതൊരു തെറ്റാണോ? അവിടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അങ്ങനെയല്ലേ അവർ കോളേജൊക്കെ ആയിട്ട് ഇണങ്ങുന്നത്? അവർ കോളേജായിട്ടാവില്ല, അതിലെ പെൺപിള്ളേരായിട്ട് നീ ആയിരിക്കും ഇണങ്ങുന്നത്. ദേവേട്ടൻ വീണ്ടും പത്രത്തിൽ നോക്കി കോളടിച്ചു. ഈ അച്ഛൻ ജഗ്ഗുവിന്റെ ടെമ്പർ തെറ്റി. അച്ഛമ്മയും കുളിച്ചൊരുക്കി ഓഫീസ് പോകാൻ നോക്കിയേ. രാവിലെ തൊട്ട് പത്രം തിന്നുകൊണ്ടിരിക്കുക. ഇതിന് മാത്രം എന്താണ് അതിലുള്ളത്? അത്രയും പറഞ്ഞ് അവൻ എണീറ്റ് ചവിട്ടി തുള്ളി പോയി. അത് കണ്ടുകൊണ്ടാണ് ദേവി വന്നത്. ഈ ചക്കന് ഇതെന്താ പറ്റിയേ? ദേവി ഒന്ന് ആത്മഹത്യ കാശിയുടെ നേരെ തിരിഞ്ഞു. എടാ, കല്ലുവിന്റെ ഡ്രസ്സ് നീ എടുക്കില്ലേ? ഞാൻ വരണോ? വേണം, ഞാൻ എടുത്തോളാം. അമ്മയെ കൊണ്ടുപോയാൽ മണിക്കൂറുകളും പോസ്റ്റ് ആവാൻ വേണ്ടി വരുന്നുള്ളതുകൊണ്ട് അവൻ ചാടി പറഞ്ഞു. എന്നാ വൈകിക്കണ്ട, സമയം കിട്ടിയെന്ന് എന്നെ പോയി വാങ്ങിക്കോ. കാശി സമ്മതിച്ചു. ദേവി സന്തോഷത്തോടെ തിരികെ പോയി. ഇതേ സമയം കാശിയുടെ മനസ്സിൽ കോപ്പ് കയറി ഏൽക്കണ്ടായിരുന്നു. ആ കുരിപ്പിന് നീ എന്തെടുത്തുകൊണ്ട് വരും എന്നൊക്കെയായിരുന്നു. അപ്പോഴാണ് തൊട്ട് മുമ്പ് ജഗ്ഗു പറഞ്ഞ കാര്യം എന്നെ മനസ്സിലേക്ക് വന്ന്. നമ്മൾ ജസ്റ്റ് ഒരു പുതിയ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ചെറിയൊരു പണി കൊടുക്കുന്നു. അതൊരു തെറ്റാണോ? അവിടെ നന്മക്ക് വേണ്ടിയിട്ടല്ലേ? പതിയെ കാശിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. മിസ് കല്യാണി ബാലകൃഷ്ണൻ, നിനക്ക് പുതിയ ജീവിതമായി പൊരുത്തപ്പെടാനുള്ള പണി ഈസ് ലോഡിങ്. അവൻ മനസ്സിലോർത്ത് എണീറ്റ് പോയി. ഇത്രയും നേരം അവന്റെ ഭാവങ്ങൾ അവനറിയാതെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ദേവൻ അവൻ പോയത് അടുക്കളയിലേക്ക് ഓടി. ദേവി, എന്തിനാ മശി പെരക്കാത്ത കിടന്ന് ഓടുന്നു? എടി അതെ. ഏത്? ദേവേട്ടൻ്റെ മുഖത്ത് നാണം. അതുണ്ടല്ലോ,
കാശി മോൾക്ക് ഡ്രസ്സ് വാങ്ങി വരുമ്പോൾ നീ നോക്കാനൊന്നും പോകണ്ട. അതെന്താ? അത് പിന്നെ എന്നെ ആച്ച തെളിച്ചു പറ മനുഷ്യ. അത് നീ അവനോട് പറഞ്ഞിട്ട് പോന്നു. അവൻ എന്തോർത്തൊരു കള്ളച്ചിരിയിരിക്കുന്ന ഞാൻ കണ്ടു. അവനെന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങിക്കാനായിരിക്കും. ഇനി നീ അത് കണ്ടെന്നുള്ള ചമ്മലൊന്നും വേണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു. അതാണോ? ഞാൻ നോക്കുന്നില്ല, പോരെ. ഈ പിള്ളയുടെ ഒരു കാര്യം. ദേവിക്ക് നാണം വന്നു. കല്യാണത്തിരക്കിൽ പെട്ടുകൊണ്ട് ദിവസങ്ങൾ കടന്നുപോയതെന്ന് ആരും അറിഞ്ഞില്ല. 2 വീടുകളിൽ ഒരുക്കങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇന്ന് കല്ലുവിന്റെ ഹൽദിയാണ്. മെഹന്തി ഒപ്പം നടത്തുന്നുണ്ട്. മറ്റന്നാളാണ് കല്യാണം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ഒരു കൊച്ചു പന്തലൊക്കെ മുറ്റത്തിട്ടു. വൈകുന്നേരം ആയപ്പോഴേക്കും പന്തലും വീട് മുഴുവൻ അലങ്കരിച്ച് കഴിഞ്ഞിരുന്നു. കല്ലുവും കൂട്ടുകാരും കസിൻസും ചേർന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ബാലേട്ടനും ചേട്ടനും ഒരു ഇളയ പെങ്ങളും ഉണ്ട്. ചേട്ടൻ രാമകൃഷ്ണൻ, ഭാര്യ രുക്മിണി, മക്കൾ മിഥുൻ, മിഥില. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. പെങ്ങൾ സുഭദ്ര, ഭർത്താവ് വിജയൻ, മക്കൾ അർജുനും ആതിരയും. അവരുടെയും വിവാഹം കഴിഞ്ഞു. രാധുവിനൊരു ചേട്ടനൊരു അനിയത്തിയും. ചേട്ടൻ രമേശൻ, ഭാര്യ സന്ധ്യ, മക്കൾ നിരഞ്ജനും നീഹാരികയും. രഞ്ജു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു. നിഹ +2-ലും. അനിയത്തി രശ്മി, ഭർത്താവ് സാബു, മക്കൾ അമ്മയെയും ആരാധ്യയും. 2 പേര് ഇരട്ടകളാണ്, +2 പഠിക്കുന്നു. പിന്നെയുള്ള കല്ലുവിൻ്റെ ചങ്കളായ മീനൂട്ടിയും അച്ചു, അവരുടെ ഫാമിലിയും പിന്നെ അടുത്ത വീടുകളിലുള്ളവരൊക്കെയാണ്. വൈകുന്നേരം 6 മണിയോടെ എല്ലാവരും റെഡിയായി. കല്ലു യെല്ലോ നെറ്റ് ലോങ് സ്കേർട്ടും റെഡ് മിറർ വർക്കുള്ള ക്രോപ്പ് ടോപ്പുമായിരുന്നു. ആൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു. കണ്ണ് നല്ലപോലെ കറുപ്പിച്ചെഴുതിയൊരു പൊട്ടും തൊട്ടു. വേറെ സമയങ്ങളൊന്നും ഇല്ലായിരുന്നിട്ട് അവൾ സുന്ദരിയായിരുന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.